റൈറ്റ് ട്രാക്കിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ UBL പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അഞ്ജു ശ്രീകണ്ഠൻ. എന്നത്തെയും പോലെ തന്നെ അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനുള്ളത് കരാമയിലാണ്. കരാമയിലുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വയലും വീടും ഓർഗാനിക് എന്നൊരു സ്ഥാപനത്തിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വയലും വീടും കർഷകൻ്റെ പ്രിയമിത്രമെന്ന്. അപ്പോൾ അറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളായാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ വയലും വീടും ഓർഗാനിക്കിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പം തന്നെ ഈ കറക്റ്റായിട്ട് ഈ ഒരു ഓർഗാനിക് സാധനങ്ങൾ കിട്ടുന്ന ഈ വയലും വീടും ഓർഗാനിക് എവിടെയാണ്, കരാമയിൽ ഈ ഒരു പേരിൽ മറ്റ് സ്ഥാപനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എവിടെയാണ് സ്പോട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് കൂടി നമ്മളിതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതിന് കൂടുതലായിട്ട് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്തരത്തിലൊരു സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് കൊണ്ടുവരാൻ സാധിച്ചതിൽ. ഇപ്പോൾ ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ UAE തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എത്രത്തോളമാണ് അതിൻ്റെ ജെന്യൂനിറ്റി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ എന്നുള്ളതാണ്. ഈ ഒരു വയലും വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മൾ ആ ഒരു പേരിനെ കറക്റ്റാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ സാധനങ്ങളായാലും. നമ്മൾ മറ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന അത്ര തന്നെ ഭംഗിയോ കാണാനായിട്ട് അത്രയും മിനുസമോ അല്ലെങ്കിൽ ആ ഒരു ഷൈനിങ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക്. അതിപ്പോൾ ഓർഗാനിക് സാധനങ്ങൾ മേടിക്കുന്നവർക്കും അത് യൂസ് ചെയ്യുന്നവർക്കും കൂടുതൽ നന്നായിട്ട് അറിയാമായിരിക്കാം. എങ്കിലും ഡയറക്റ്റായിട്ട് നാട്ടിൽ നിന്ന് കാർഗോ ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നതും. ഓർഗാനിക് സാധനങ്ങളാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരുപാട് ദിവസം നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല. മറ്റ് കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേടായിപ്പോകും. അപ്പം ഈ പറയുന്ന പോലെ നല്ല കസ്റ്റമേഴ്സ് വരിക അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട നാട്ടിൽ നിന്നും ഇത്രയും ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ വിഷമില്ലാത്ത മായമില്ലാത്ത പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുമ്പോൾ അത് ഇവിടെ വന്നിരുന്ന് ചീത്തയായി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു വയലും വീട് എവിടെയാണ് ഈ വയലും വീടും ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു ഫാം ഹൗസ് എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ചോളം, അവിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്രായമേറിയ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്ഥാപനം ആരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആരാണ് ഈ സ്ഥാപനം വിജയിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതും അവരെ കൂടി നമുക്ക് പരിചയപ്പെടണമല്ലോ. അപ്പോൾ നമുക്ക് ആ രണ്ട് വ്യക്തികളെ, ഹസ്ബൻഡ് വൈഫാണ്, അവരെ കൂടി നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാം ഹൗസ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫാം ഹൗസിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തന കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ആദ്യം തന്നെ രണ്ടുപേർക്കും ഞങ്ങളുടെ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച് നമ്മുടെ ഒരു ഷോയിൽ വന്നതിനും. അപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട്, ഓർഗാനിക് എന്ന പേര് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഓർഗാനിക് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇത് കറക്റ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ്. വന്ന് കാണുമ്പോഴും മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിനൊരുപാട് എന്താ പറയുക, ഇക്ക തന്നെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തണം, എന്താണ് നിങ്ങൾക്കുള്ള ഡിഫറൻസ്, ഓർഗാനിക്കും അല്ലാത്തതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടാൽ എങ്ങനെ മനസ്സിലാവും എന്നുള്ളതും പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് അബ്ദുൽ സലാം. സഫിയ അബ്ദുൽ സലാം. സഫി അബ്ദുൽ സലാം എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര വർഷമായി ഒരു നമ്മുടെ ഇത്? ആക്ച്വലി ഈ നമ്മളുടെ ഫാദറിൻ്റെ ഫാദർ ആ കാലം മുതലേ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്. ഈ പണ്ട് കാലത്തെ ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാദറിൻ്റെ നിന്നാണ് ഞാൻ ആ ഒരു കൺസെപ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ കക്ഷി നല്ലൊരു കർഷകനായിരുന്നു ഫാദർ. അപ്പോൾ പുള്ളി അവിടെ അടുത്തുള്ള ഈ ആളുകളുടെ ആയിട്ടുള്ള ആ ഒരു എല്ലാവരും കൃഷിക്കാരാണ്. നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഞാൻ ഈ ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷത്തോളമായി ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവർ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇതേപോലെ വീട്ടിൽ കൃഷി ചെയ്യലും അല്ലെങ്കിൽ ആ ഒരു ഇത് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ വൈഫ് വന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് കമ്പനി അബുദാബിയിലോട്ട് മാറ്റി. അപ്പോൾ അബുദാബിയിൽ നല്ലൊരു വില്ല കിട്ടി. അപ്പോൾ ആ വില്ലയ്ക്ക് ചുറ്റും ഇതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അതേപോലെ വില്ലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്ന് കണ്ട് അങ്ങനെ ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് പിന്നെ നാട്ടിൽ നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ
ഈ നാട്ടിലത്തെ ഒരു സംവിധാനം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് ചെയ്തുകൂടാന്നുള്ള ഒരു അങ്ങനെയാണ് പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2017 മുതൽ നമ്മളിവിടെ ഈ 2007 അബുദാബിയിൽ, അവിടുന്ന് 2015 ദുബായിൽ വന്നു. പിന്നെ 2017 ഇങ്ങനെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. വയലും വീടും എന്നൊരു പേര് വെജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡായി. എന്ന് വെച്ചാൽ ഇത് പണ്ട് റേഡിയോയിൽ വയലും വീടും ആകാശവാണി കേൾക്കാറുണ്ട്. അപ്പോൾ ഫാദർ ആകെ ഒരു പരിപാടി മാത്രമാണ് റേഡിയോയിൽ കേൾക്കുക, അത് ഈ വയലും വീടും 6:50 വൈകുന്നേരം. അപ്പോൾ അതെ, അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ പിന്നെ അതൊരു അതിന് പിന്നെ ഫേസ്ബുക്കിൽ വലിയൊരു ഫേസ്ബുക്ക് സ്റ്റാർട്ടായപ്പോൾ അതിൽ വലിയൊരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ എന്താ പറയുക, ഈ ശരിയായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഭക്ഷണം ഒരുപാട് കിട്ടും നമുക്ക് പലയിടത്തും. പക്ഷേ അത് ജെനുവിനാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അതിന് നമ്മൾ നേരിട്ട് കാണണം, ഇതെങ്ങനെ കൃഷി ചെയ്യുന്നു, എവിടെ കൃഷി ചെയ്യുന്നു, ആര് കൃഷി ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ ഇറങ്ങി ചെന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേശ്ശെ ഇതിനെക്കുറിച്ച് അറിയാം. ഫാദർ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നാട്ടിൽ എവിടെ നിന്നാണ് സാധനങ്ങൾ? ഇതിപ്പോൾ കേരളത്തിലെല്ലാം. ഇപ്പോൾ ഈ അരി എടുക്കണമെങ്കിൽ പാലക്കാട് നിന്നാണ്, പിന്നെ വയനാട് നിന്ന്. അതേപോലെ തന്നെ കൊടംപുളി, കൂർക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കൊടുങ്ങല്ലൂര്, പെരിഞ്ഞനം, ഈ നാട്ടിയ അങ്ങനെ ഈ ഭാഗത്ത് നിന്നാണ്. അതേപോലെ ഓരോ സാധനങ്ങളും ഇപ്പോൾ തേന് വരികയാണെങ്കിൽ വയനാട്ടിൽ നിന്നുണ്ട്, പിന്നെ ഗൂഡല്ലൂരിൽ നിന്നുണ്ട്. അപ്പോൾ നാട്ടിലെ ഒരു ടീമുണ്ട് ഓരോ സ്ഥലത്തുനിന്ന് പോയിട്ടും ഈ സാധനങ്ങൾ എത്തിക്കാനായിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു സൊസൈറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. വയലും വീടും അഗ്രികൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ കുറേ കർഷകരുണ്ട്. ഈ പല സ്ഥലത്തുള്ള ആളുകളെല്ലാം അവിടേക്ക്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ ഷോപ്പിൻ്റെ ഇതൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിന് മുമ്പായാലും ശേഷമായാലും കർഷകർക്ക് ഒരിക്കലും അവരുടെ വിപണി കിട്ടുന്നില്ല, മൂല്യം കിട്ടുന്നില്ല. നമുക്ക് എല്ലായിടത്തും പാർട്ടിയും ശക്തിയൊക്കെ ഉണ്ട്, കർഷകർക്ക് ഇതില്ല. അപ്പോൾ ഞാനൊരു കർഷകനാണ്. ബേസിക്കലി എൻ്റെ ഫാമിലി കൃഷി കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം എവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മൂല്യം കിട്ടുന്നില്ല, അത് വിറ്റ് പോകുന്നില്ല, അതല്ലെങ്കിൽ അത് വേണ്ടവർക്ക് എത്തുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ലൊരു സാധനം, നല്ല നാടൻ രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവർ ഒരുപാടുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ആൾക്ക് അത് ആവശ്യമുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇത് യഥാർത്ഥ സാധനം എവിടെ കിട്ടുന്ന അന്വേഷിച്ച് പോയിട്ട് എടുക്കാനും പറ്റുന്നില്ല. അപ്പം നമ്മളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തപ്പോൾ ഒരുപാട് ആളുകളായിട്ടുള്ള കോണ്ടാക്ട് ഈ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ പലരായിട്ടും ബന്ധപ്പെട്ട എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ നശിച്ചു പോകണം. അത് വേണ്ട രീതിയിൽ ആളുകൾക്ക് എത്തുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഗുരുവായൂർ നമ്മളുടെ അവിടെ ഒരു ഇതേപോലെ ഒരു ഇത് ഉണ്ട്, ഒരു സ്ഥാപനം. അപ്പോൾ അവിടെ നമ്മൾ സാധനങ്ങൾ ശേഖരിക്കും, അത്യാവശ്യക്കാർ അവിടെ വന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ വാങ്ങിക്കുന്ന ആളുകളാണ് നമ്മളെ അടുത്ത് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ, അതെ ഇവിടെ ഉള്ളവരാണ് ഒരുപാട് പേര് അവിടെ വന്നിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ നേരിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ജെനുവിൻ എങ്ങനെ, ഇത് എവിടെ നിന്നാണ് സാധനം, എന്താണ് സാധനം ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തു. അത് ഇപ്പോൾ ഈ രീതിയിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വയലും വീടും എന്ന പേരിൽ തന്നെ വേറെ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന വയലും വീടും എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കരാമയിൽ തന്നെ ഈ ഒരു പേരിൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. ഐ തിങ്ക് നമ്മൾ തന്നെ പലപ്പോഴും ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കരുതുന്നതൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തന്നെ വിചാരിച്ചിരുന്നു ഇവരുടെ തന്നെ ബ്രാഞ്ച് ആയിരിക്കും അങ്ങനെ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കരാമയിൽ ഒരേ ഒരു ലൊക്കേഷനിലാണ് വയലും വീടും സ്ഥാപനം ഉള്ളത്. ഈ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് എങ്ങനെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക, ഒരു സ്ഥാപനം ആളുകളിൽ പ്രശസ്തമായിട്ട് പേര് ആയിട്ട് വരുമ്പോൾ അതിന് കോപ്പി ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ എന്താ പറയുക, യഥാർത്ഥ ഏതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ചോയ്സിൽ വരിക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുന്നവർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് പിന്നെ അതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഈ വെജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളുടെ ഒരു അതായത് ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അത് ഈ ഇന്ത്യയിലായാലും ഇവിടെ ആയാലും ശരി, അത് ആ ഒരു രീതിയിൽ നമ്മൾ വിപണനം ചെയ്യുന്നത്. അത് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ കാക്കനാടും മണ്ണുത്തിയിലൊക്കെ നമ്മൾ ലാബറട്ടറി ടെസ്റ്റ് കഴിഞ്ഞ് അതിൻ്റെ ഈ കെമിക്കൽ കണ്ടൻറ്റ് എങ്ങനെ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി എന്നിട്ട് ആളുകളുടെ അടുത്ത് പറയും അതിനെ പോലെ നമുക്ക് വേണ്ടത് ഇത് കൊണ്ടുപോയി. കാരണം ഇവിടുത്തെ ഈ നമ്മൾ കസ്റ്റമേഴ്സ് കൂടുതലും
പേഷ്യൻ്റ് രോഗികളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ സത്യസന്ധമായ രീതിയിൽ വിശ്വസത്തോടെ ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഓക്കെ അവിടെ സലാമിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെജ് വില്ലേജിൻ്റെ സാധനമാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു. അതാണ് പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണിൽ കാണുക വയലും വീടും ആ ഒരു പേരാണ്. ഈ ഒരു വെജ് വില്ലേജ് എന്നുള്ളത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് പിന്നീട് എല്ലാവർക്കും മനസ്സിലാവുക. പെട്ടെന്ന് വയലും വീട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ കരാമയിൽ വയലും വീട് എവിടെ ഉണ്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോകുന്ന മറ്റു വല്ല സ്ഥാപനങ്ങളിലേക്കായിരിക്കും ഈ ഒരു പേര് എല്ലായിടത്തും ശരിയാണ്. അങ്ങനെ ഒരുപാട് പേരുകൾ നല്ല പ്രശസ്തി നേടുമ്പോഴത്തേക്കും ആൾക്കാർ ആ ഒരു പേരിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അത് നമ്മൾ ഒരു കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്ന ഇക്കോയോട് ഈ ലൊക്കേഷൻ എവിടെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പറയാം. ഇത് ശരിക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് കറാമ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ബർജുമാന്റെയും കറാമ പോസ്റ്റ് ഓഫീസിന്റെ ഇടയിലായിട്ട് ഷെയ്ഖ് ഹംദാൻ കോളനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ബിൽഡിംഗ് 6-9 മൂന്നാമത്തെ ഷോപ്പാണ് നമ്മളുടെ ഷോപ്പ്. ഇവിടെ ഹോട്ടലുകൾ ഒത്തിരി ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഈ ഇറാനിയൻ ഈ സ്കൂളിൻ്റെ ഈ ഹോട്ടലുകളുടെ ഒക്കെ ഈ ഏരിയ ആയതുകൊണ്ട് ഇവിടെ പാർക്കിങ്ങും വളരെ, കാരണം നമ്മളെ പ്രത്യേകിച്ച് ഈ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു ഷോപ്പ് ഈ പ്രശസ്തമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ തിരക്ക് കൂടി കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഈ ലൊക്കാലിറ്റി എടുത്തത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഫാമിലികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും അവരുടെ സമയപ്രകാരം ഈ സാധനങ്ങൾ അവർക്ക് തിരഞ്ഞെടുക്കാനും അങ്ങനെ എല്ലാ കൊണ്ടും ഒരു നല്ല സ്ഥലം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഷെയ്ഖ് ഹംദാൻ കോളനിയിൽ ഈ 6-9 ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ അതെ റോഡ് സൈഡിൽ നിന്ന് അകത്താണ് ബിൽഡിങ്ങുകളുടെ തന്നെ ഒരു സെന്ററിൽ മെയിനായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് റോഡിന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് എവിടേക്ക് അകത്തേക്ക് നടന്നു വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുക. കാരണം ഈ ഒരു പേരിൽ മറ്റു പല സ്ഥാപനങ്ങളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോഡക്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഷൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്രോഡക്റ്റുകളൊന്നും അല്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ എനിക്ക് എടുത്ത് കാണിച്ച് ചെറിയൊരു പയർ നമ്മൾ മറ്റ് ഷോപ്പിൽ പോയി മേടിക്കുന്ന പയറും അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് പയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ ഓർഗാനിക് ആണ് ഒറിജിനൽ ആണ് കഴിക്കുമ്പോഴും അത് മനസ്സിലാവും നമുക്ക്. വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ചോദിക്കാനുള്ളത് ഇവിടുന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു വ്യത്യാസം അറിയാം? അവർ ഗൂഗിളിൽ അതിന്റെ റിവ്യൂ തരാറുണ്ട്. അവർ എഴുതും വളരെ, അതിപ്പോൾ തേനാവട്ടെ കൂർക്കാവട്ടെ നേന്ത്രപ്പഴാവട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള ഈ എന്ത് സാധനം കൊണ്ടുപോകണമെങ്കിലും അവരപ്പം തന്നെ ഒന്നുകിൽ നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അതല്ലെങ്കിൽ ഗൂഗിളിൽ റിവ്യൂ തരും. ഇന്ന പോലെ വളരെ നന്നായിരുന്നു, വളരെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു ഈ മായം ഒന്നും ചേർക്കാണ്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മറന്നു പോയിരിക്കണം നമ്മളെല്ലാവരും. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ആയാലും നമ്മൾ എന്താ കറികൾക്കൊന്നും പഴയ ടേസ്റ്റ് ഇല്ലാത്ത എന്ന് നമ്മൾ ഓർക്കും. പക്ഷേ ഇതാണ് കാര്യം, എല്ലാത്തിലും ഒരുപാട് കെമിക്കൽ വന്നിട്ട് അതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ വാർഡുകൾ തോറും ഒരുപാട് ലാബോറട്ടറികളുണ്ട്. രക്തവും കഫവും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ ഈ ഒരു സൗകര്യം ഇവിടെ ഇല്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും നല്ല ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു അവകാശമാണ്. അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, ഇതൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധി എന്ന് വെച്ചാൽ കോവിഡ് ഒരു ഭാഗത്ത്, പിന്നെ സാമ്പത്തികമായിട്ട് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു അതൊരു വശത്ത്, പിന്നെ എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഈ ഒരു സംരംഭം വീഴാതെ അതിൻ്റെ പിന്നിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെ പിന്നിലും പുള്ളിയുടെ ഒരു കയറസ്പർശമുണ്ട്. അത് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാവട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള പാക്കിംഗ് ആവട്ടെ എന്താവട്ടെ അതിൻ്റെ A to Z കാര്യങ്ങൾ നാട്ടിൽ നോക്കിയിരുന്നത് പുള്ളിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഊർജ്ജം, എൻ്റെ ബാക്ക് ബോണ് ആള് തന്നെയാണ്. നമ്മളിവിടെ വരുമ്പോൾ കാണുന്നുണ്ട് രണ്ടുപേരും കൂടിയിട്ടാണ് ഇവർ വലിയൊരുപാട് സ്പേസ് അല്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും പറയുമല്ലോ കർഷകർക്ക് എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ UAE-യിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു കർഷകനാണ് അല്ലെങ്കിൽ ആ ഒരു കർഷക കുടുംബമാണ് ഇവർ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ ചാനലിലൂടെ പറയാൻ പറ്റില്ല എന്ന് വരാം, ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ കുട്ടികൾക്കായാലും നിങ്ങൾക്ക് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് ഞാൻ എടുത്തു പറയണം. കാരണം നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ മറന്നു പോയിരിക്കുന്നു. നമ്മളൊക്കെ പണ്ട് കഴിച്ച ടേസ്റ്റൊക്കെ ഇങ്ങനെ ഓർക്കാനായിട്ട് അതെന്താ കിട്ടാത്തതെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കും. ഞങ്ങൾ മിക്കപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോൾ എന്താ അങ്ങനെ കിട്ടണില്ല. ഇല്ലെങ്കിൽ
നാട്ടിലേക്ക് പോകണം, നല്ല രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയലും വീടും തേടി നിങ്ങൾ കരാമയിലേക്ക് വരിക. നല്ല ഫുഡ് കഴിക്കാനാണെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ പറയും, എൻ്റെ ഫുഡ് റിവ്യൂലൊക്കെ ഞാൻ പറയും, നല്ല ഫുഡ് എവിടെ കിട്ടുമോ ദൂരമൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ പോകും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് എമിറേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരായാലും എവിടെ എത്ര ദൂരത്തിലിരിക്കുന്ന ആൾക്കാരായാലും നിങ്ങൾ ഇവിടേക്ക് വരിക. നാട്ടിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലത് തരട്ടെ, നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് തരട്ടെ, അല്ലെങ്കിൽ ഐറ്റംസ് തരാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് സങ്കടമാവില്ലേ. എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഓർഗാനിക് എന്നുള്ള പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. മറ്റു ചില സ്ഥാപനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറേ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും ആ ഓർഗാനിക്കിൻ്റെ പേരിൽ അവിടെയും കൊടുക്കുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത് ആ ഒരു ഓർഗാനിക് പേര് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടെത്തുക. ഈ വെജ് വില്ലേജ് ലോഗോയാണ് നമ്മളുടെ ഐഡന്റിറ്റി. വെജ് വില്ലേജ് ലോഗോയാണ് ഐഡന്റിറ്റി. ആ ഒരു ഐഡന്റിറ്റി ഉള്ള ഇവരുടെ പ്രോഡക്റ്റ് മാത്രം മേടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു കരാമയിൽ ഈ പറഞ്ഞ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടറിഞ്ഞ് സാധനങ്ങൾ മേടിച്ചിട്ട് പോവാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. ഇപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു ഓർഗാനിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നെ നമ്മുടെ എപ്പിസോഡിൽ വന്ന് രണ്ടുപേരും സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സാഹസികമായിട്ട് എത്തിച്ചേർന്നതിനും അതേപോലെ തന്നെ നമ്മളെ പിന്തുണയ്ക്കുന്നതിനൊക്കെ വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരോടും നന്ദിയുണ്ട്. നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാ കാലത്തും. ഓക്കെ, താങ്ക് യു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നും നമ്മൾ ഒരുപാട് ബാഡായിട്ടുള്ള ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്, അവരുടെ സാധനങ്ങൾ വിറ്റ് പോകുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് നമ്മുടെ UAE ഒരു കർഷകന് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടേക്ക് ഇറക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാൾ മാത്രമേ അത് ഇരിക്കുള്ളൂ. ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചീത്തയാവുന്ന അവർക്ക് എടുത്ത് മാറ്റേണ്ടി വരുന്നു. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മളെല്ലാവരും തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്ന് പകുതി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെജ് വില്ലേജ് എന്ന ബ്രാൻഡിൽ പ്രവർത്തിക്കുന്ന കരാമയിലുള്ള ഈ ഒരു വയലും വീടെന്ന സ്ഥാപനത്തിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള കംപ്ലീറ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.